ഹായ് കൂട്ടുകാരെ, അപ്പൊ എല്ലാവർക്കും വോയിസ് ഓഫ് ദേവിലേക്ക് സ്വാഗതം. അപ്പൊ പിന്നെ ഒരു ഗെയിമിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കണേ. ഗെയിം എന്താന്ന് ഞങ്ങളോടൊപ്പം പറഞ്ഞല്ല, ഇത് അപ്പ പ്ലാൻ ചെയ്ത ഗെയിമാണ്. അപ്പൊ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നുണ്ട്. അപ്പ ഗെയിം പറഞ്ഞു തരൂ കേട്ടോ. ഗെയിം പറഞ്ഞതാ. കഴിഞ്ഞ ഗെയിമില് നല്ല ടെൻഷൻ ആയിരുന്നു. ഇന്നത്തെ ഗെയിം ഇതാണ് ഗെയിമിന്റെ പ്രോപ്പർട്ടി. പിന്നെ ഒരു സ്റ്റോപ്പ് വാച്ചും ഉണ്ട്. 3 മിനിറ്റാണ് ഞങ്ങളുടെ സമയം. അതിന് മുന്നേ ഞാൻ രണ്ടുപേരും കണ്ണു കെട്ടാൻ പോകണം. കണ്ണ് കാണാം. ഇല്ല, എനിക്ക് കാണാൻ മേല. 4 ഇതിനകത്ത് നമ്മുടെ കാടമുട്ട ഓക്കെ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ കോല് തരും. എന്നിട്ട് ഞാൻ തുറന്നില്ല കോല് കാടമുട്ടയില് ഞാൻ സ്റ്റോപ്പ് വാച്ച് പറഞ്ഞ് സ്റ്റാർട്ട് പറയുമ്പോ നിങ്ങള് ആ കോല് കൊണ്ട് മാക്സിമം മുട്ട കുത്തി തിന്നാൻ നോക്കണം. ഏറ്റവും കൂടുതൽ മുട്ട എടുക്കുന്ന ആള്. അപ്പൊ ഈ ഗെയിമിന്റെ പേരെന്നാ? മുട്ടയിടല്. മുട്ടത്തീറ്റ മത്സരം. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പറയുമ്പോ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. അപ്പൊ മുട്ട ഓപ്പൺ ചെയ്യുന്ന പാത്രത്തിൽ തൊട്ട്, പക്ഷെ കുത്താൻ നേരത്ത് തൊട്ടരുത്. പാത്രത്തിൽ ഒരു കൈണ്ട് പാത്രത്തിൽ അടി വേണം പിടിച്ചോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യട്ടെ? റെഡി? റെഡിയാണോ? ഇത് കേറിയെന്ന് എങ്ങനെ അറിയാൻ പറ്റണേ? കേറിയെന്ന് അറിയാൻ എനിക്കറിയാൻ പറ്റില്ല. ആദ്യം തൊടാൻ പറ്റില്ല. ഇല്ലില്ല, ആദ്യം തൊടാൻ പറ്റില്ല. സ്റ്റാർട്ട് ചെയ്യട്ടെ? 3 മിനിറ്റ് സമയമുള്ളൂ. 3 മിനിറ്റ് വേണോ അതോ 2 മിനിറ്റ് മതിയോ? 3 മിനിറ്റ് വേണം. അതിനു മുമ്പ് തീരുവാണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യണം. റെഡി? 1 2 3 കിട്ടുന്നില്ല. പിന്നെ എനിക്ക് രണ്ടാമത്തെ കിട്ടിയില്ല. ഇതിന് തുമ്പുണ്ടോ? ദേവന്റെ തുമ്പ് മിക്കാൻ ദേവൻ കുത്തി പിടിച്ചോളെ. അതൊക്കെ ദേവ, ഞാൻ അടുത്തത് കിട്ടേ. ജീവി അങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ദേവൻ ഭയങ്കര ആദ്യം കുത്തണല്ല, പതിയെ കുത്തു. ദേവ പതിയെ കുത്ത്, പതിയെ. അവന്റെ മറ്റേ സൈഡ് നോക്കി, മറ്റേ സൈഡ് നോക്കിയോ. 3-0 1 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. 4-0 4-0. അയ്യോ, ദേവം മിണ്ടാത്തത് വേറെ മുട്ട വായിലായത് കേട്ടോ. അതല്ല ദേവൻ എനിക്കാവാൻ. 4-1 മുട്ട തീർന്നോ? ഇല്ല, മുട്ട ഇഷ്ടം പോലെ കിട്ടണില്ലല്ലോ. 4-1 ഇത്ര നേരം അമ്മ ലീഡ് ചെയ്യാണ്. 5-1 അങ്ങനെ തട്ടാൻ പാടില്ല. 6-1 2 മിനിറ്റ് 1 മിനിറ്റ് ഉള്ളൂ. അങ്ങനെ മുട്ടയെ തൊടാൻ പാടില്ല. 6-1 അങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല, തടസ്സപ്പെടുത്താൻ പാടില്ല. അത് ഡിസ്ക്വാളിഫൈ. 6-1 കൈ തൊടാൻ പാടില്ല. അറിയില്ല. 6-1 തീർന്നോ? ഇല്ല ഇനിയുണ്ട്. 6-1 6-1 6-2 കിട്ടിയോ? 2.5 മിനിറ്റായി. 30 സെക്കൻഡ് മാത്രം ബാക്കി. 30 സെക്കൻഡ്. 6-3 അങ്ങനെ അതല്ല, കൈ തൊടാൻ പാടില്ല. തീർന്നോ? ഇല്ല കൈ തൊടരുത്, ഫൗൾ കാണിക്കണേ. 6-3
15 സെക്കൻഡ് 47 48 50 51 52 53 54 64 56 57 58 59 3 മിനിറ്റ് ഇത് കഴിഞ്ഞ് സ്റ്റോപ്പ് അഴിച്ചോട്ടെ 6 എത്ര ദേവ 64 അപ്പൊ ഇന്നും ദേവന് തോൽവി തോൽവികളെ ഏറ്റുവാങ്ങാനായി എന്റെ പുത്രൻ ഇതാ അടുത്ത ഗെയിമിലും എത്തിയിരിക്കുന്നു സുഹൃത്തുക്കളെ. കേട്ടയച്ച അയ്യോ അപ്പൊ ഇനി വൈൻഡപ്പ് ചെയ്തു കണ്ണു മങ്ങണ്. അത് കുഴപ്പമില്ല സങ്കടം കണ്ട ഇനിയുണ്ടോ ഇങ്ങനത്തെ നല്ല സങ്കടം ഗെയിമുകള്? കണ്ട കുഴപ്പമില്ല ഇതിങ്ങനെ ഊതുമ്പോ തന്നെ പോകണ്ടോ? ഇനി കുത്തണ്ട ഇനി ഞാൻ കുത്തിയിരുത്തോളാം എനിക്ക് കണ്ണു മങ്ങണ്. അത് കുഴപ്പമില്ല ഇതിക്ക് വൈൻഡപ്പ് ചെയ്യും ഫോൺ അതല്ലേ ഇന്നും തോറ്റു ഹായ് കൂട്ടുകാരെ, ദേവമോൻ ഈ ഗെയിമിലും തോറ്റിരിക്കുന്നു. 6 പോയിന്റുമായിട്ട് ഞാൻ ജയിച്ചിരിക്കുവാണ്. ഒരു മിനിറ്റില് ദേവൻ അടിച്ചു കയറി ആ ജയിച്ച് നമുക്ക് ഷെയ്ക്കാൻ്റെ അവസാനം ഒരു മിനിറ്റില് മൂന്നെണ്ണം തിന്നത് ദേവൻ മൂന്നെണ്ണം തിന്നത് ഓക്കെ സാരില്ല. ആ സങ്കടം ഉണ്ട് എന്നാലും കുഴപ്പമില്ല അമ്മയോട് ജയിച്ചല്ലേ, അല്ല, ഓസിയാ, സമയം അമ്മയോട് മത്സരിച്ചില്ലേ മോൻ തോറ്റത്. സാരമില്ല കേട്ടോ. അമ്മയ്ക്ക് മോനെ വിട്ടു തന്നെ വലിയ ആഗ്രഹം, പക്ഷെ ഞാൻ അറിയാതെയല്ലേ ഇതിങ്ങനെ വൈൻഡപ്പ് ചെയ്യ്. ഇത് ഇവിടെ കുത്തണ സമയത്തൊക്കെ ഇത് ഇങ്ങനെ പോണു ഇങ്ങനെയൊക്കെ നീ പോകുന്നു. വലിയ കോല് വേണമെന്ന് പറഞ്ഞ് പിടിച്ചല്ലേ എനിക്ക് തെറ്റിയതാ ഞാൻ എടുത്തത്. അതിനങ്ങനെ ഇതുണ്ടോ? അമ്മയുടെ എവിടെയെങ്കിലും കുത്തി അവിടെ നിൽക്കും. വൈൻഡപ്പ് ചെയ്യ്. അപ്പൊ ഈ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നിങ്ങളും വീട്ടിൽ ഈ ഗെയിം ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ